വിഭജനത്തെ തുടർന്ന് നിസ്സഹായരായ അഭയാർത്ഥികളെ മഹാത്മാഗാന്ധിയുടെ പേരിൽ അധികാരത്തിലെത്തിയവർ മറന്നുവെന്ന പ്രധാനമന്ത്രി ഇന്ന് ആ അഭയാർത്ഥികൾക്ക് പൗരത്വ ഭേദഗതി നിയമപ്രകാരം പൗരത്വം നൽകി. വോട്ട് ബാങ്ക് അല്ലാത്തതിനാൽ കോൺഗ്രസ് അഭയാർത്ഥികളെ അവഗണിച്ചുവെന്നും പ്രധാനമന്ത്രി ഉത്തർപ്രദേശിലെ അസംഗഡിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഇപ്രകാരം ഒരു പരാമർശം ഉന്നയിച്ചത്. ഐസൻ ജോസാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ഐസൻ, ഇന്നലെയാണ് ഈ CAA പ്രകാരമുള്ള ആദ്യ പൗരത്വ നടപടിക്രമങ്ങൾക്ക് കേന്ദ്രം തുടക്കമിട്ടത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ ആരോപണം. തീർച്ചയായും മനു, ഇന്നലെ തന്നെ പൗരത്വം നൽകി തുടങ്ങിയതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇന്ന് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് യോഗത്തിൽ ഇക്കാര്യം വളരെ കൃത്യമായി പറഞ്ഞത്. അതായത് മഹാത്മാഗാന്ധി പലതവണ ഈ അഭയാർത്ഥികളായി എത്തിയവർക്ക് പൗരത്വം നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ മഹാത്മാഗാന്ധിയുടെ പേരിൽ അധികാരത്തിൽ വന്ന കോൺഗ്രസ് 70 വർഷത്തോളം ഈ രാജ്യം ഭരിച്ചിട്ടും അവർക്ക് പൗരത്വം നൽകുന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാനും തയ്യാറായില്ല. അക്കൂട്ടരിൽ, അതായത് അവിടെ നിന്ന് പലായനം ചെയ്ത് ഭാരതത്തിൻ്റെ നിസ്സഹായരായ മനുഷ്യർ നിരവധി പേർ ഭാരതത്തിലെത്തിയവർക്ക് അവരിൽ പിന്നാക്ക വിഭാഗക്കാരുണ്ടായിരുന്നു, അതുപോലെ തന്നെ SC/ST വിഭാഗങ്ങളുണ്ടായിരുന്നു. ഇവരെല്ലാം തന്നെ അവർ അവഗണിക്കുകയായിരുന്നു. ഈ അവഗണിച്ചതിൻ്റെ അടിസ്ഥാന കാരണം നമുക്കറിയാവുന്നതാണ്. ഇത്തരത്തിലുള്ളൊരു വിഭാഗങ്ങളെ ഇവിടെ എത്തി അവർക്ക് പൗരത്വം നൽകിയാൽ അത് തങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കില്ലെന്ന തിരിച്ചറിവ്, അല്ലെങ്കിൽ ആ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് അവരെ അവഗണിക്കുകയായിരുന്നു എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. വോട്ട് ബാങ്ക് അല്ലാത്തതിനാൽ അവഗണിക്കപ്പെട്ട ഒരു വിഭാഗമായി ഇത്തരത്തിൽ ഇവിടെ എത്തിയ നിസ്സഹായരായ അഭയാർത്ഥികൾ മാറി. ആ അഭയാർത്ഥികളെ ഭാരതം ഇപ്പോൾ ചേർത്ത് പിടിക്കുകയാണ് എന്നാണ് വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു വെച്ചത്. മാത്രമല്ല, മറ്റൊരു പ്രധാന വിഷയം കൂടി ഇതിൽ നിന്ന് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. കാരണം ഈ വോട്ട് ബാങ്കിന് വേണ്ടി പല അപ്പീസ്മെൻറ്റുകളും അല്ലെങ്കിൽ പ്രീണന നയങ്ങളും കോൺഗ്രസ് പിന്തുടരുമ്പോൾ നമുക്കറിയാവുന്നതാണ്. കർണാടകയിലെ സംവരണ വിഷയം, അതുപോലെ തന്നെ പല സംവരണ വിഷയങ്ങളിലും, അതുപോലെ തന്നെ ഇൻഹെറിറ്റൻസ് ടാക്സ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള നിലപാടുകൾ നമുക്ക് കോൺഗ്രസിൻ്റേത് കാണാവുന്നതാണ്. അതേ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ CAA പോലുള്ള സംവിധാനങ്ങളെ, അല്ലെങ്കിൽ ഈ പൗരത്വം നൽകുന്നതിനുള്ള നീക്കങ്ങളെ തടയാനും എതിർക്കാനും കോൺഗ്രസ് മുന്നോട്ട് വന്നത് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞു വയ്ക്കുന്നത്. പ്രധാനമായും എടുത്തു പറയേണ്ടത്, ഇന്നലെ 300ഓളം പേർക്ക് ഈ CAA പ്രകാരം പുതുക്കിയ, അല്ലെങ്കിൽ 2019 നിയമപ്രകാരം 2024 നിലവിൽ വന്ന ചട്ടങ്ങൾ പ്രകാരം ഈ പൗരത്വം അനുവദിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ പ്രധാനമന്ത്രി ഇക്കാര്യം പറയുമ്പോൾ എന്താണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്? അതായത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം വോട്ട് ബാങ്ക് പ്രീണനം മാത്രമാണെന്നും, എന്നാൽ വോട്ട് ബാങ്കുകളെ പരിഗണിക്കുകയല്ല, മനുഷ്യരുടെ പ്രശ്നങ്ങൾ നേരിൽ കാണുകയാണ് NDAയും BJPയും ചെയ്യുന്നതെന്ന് പറഞ്ഞു വയ്ക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അനു, ശരി, ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്.